നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ 5-ാമത്തെ ചാപ്റ്റർ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇനിയിപ്പോ കണ്ടിൻജന്റ് രജിസ്റ്ററിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഈ കണ്ടിൻജന്റ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഫോം 10-ലാണ് കണ്ടിൻജന്റ് രജിസ്റ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അത് റെക്കറിംഗ് ചാർജുമായി ബന്ധപ്പെട്ട കണ്ടിൻജന്റ് രജിസ്റ്റർ ആണെങ്കിൽ ഫോം 10A-ലാണ് സൂക്ഷിക്കേണ്ടത് എന്നും പറഞ്ഞു. ഇനി നമ്മൾ ഈ കൗണ്ടർ സൈൻ ചെയ്യുന്ന ഓഫീസർ ഓഫീസറും അദ്ദേഹത്തിന്റെ കൺട്രോളിൽ ഒരു കണ്ടിൻജന്റ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഓഫീസിൽ വിശദമായിട്ടുള്ള ഒരു ബില്ല് ലഭിച്ചാൽ ഉടൻ തന്നെ കൗണ്ടർ സൈൻ അതോറിറ്റി ഫോം 10-ലുള്ള രജിസ്റ്ററിൽ പകർത്തുന്ന പോലെ തന്നെ അത് ഒരു രജിസ്റ്ററിലേക്ക് മതിയായ വിശദാംശങ്ങളോടെ അദ്ദേഹത്തിന്റെ കണ്ടിൻജന്റ് രജിസ്റ്ററിലേക്ക് പകർത്തേണ്ടതാണ്. ഇനി കൗണ്ടർ സൈൻ അധികാരി സബ് വൗച്ചറുകളുമായി ബില്ല് പുനഃപരിശോധന നടത്തണം. സബ് വൗച്ചറുകളൊക്കെ വെച്ചിട്ട് ഈ ബില്ല് വീണ്ടും ഈ കൗണ്ടർ സൈൻ അതോറിറ്റി ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ക്ലെയിം ചെയ്തിട്ടുള്ള ഏതെങ്കിലും തുക, ബില്ലിലുള്ള തുക അഡ്മിസിബിൾ അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് അഡ്മിസിബിൾ ഓർ നോട്ട്, അതാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഇനം അഡ്മിസിബിൾ അല്ല, അല്ലെങ്കിൽ ആ ഇനം നിരസിക്കുകയാണെങ്കിൽ, റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്ററിലെ റിമാർക്ക് കോളത്തിലെ സബ് വൗച്ചർ നമ്പറും നിരസിക്കാനുള്ള കാരണവും രേഖപ്പെടുത്തുകയും ചുവന്ന മഷിയിൽ രജിസ്റ്ററിലെ ബാധിക്കപ്പെട്ട കോളത്തിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം കൗണ്ടർ സൈൻ അധികാരി രജിസ്റ്ററിൽ അത് അഡ്മിറ്റ് ചെയ്ത തീയതി രേഖപ്പെടുത്തി ഇനീഷ്യൽ ചെയ്യേണ്ടതും ബില്ല് ഒപ്പുവെച്ച് ആ മാസം 20-ന് മുമ്പ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമമാണ് കൗണ്ടർ സൈൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിലുള്ളത്. ഇനി അക്കൗണ്ടന്റ് ജനറലിന് അയക്കുന്ന കൗണ്ടർ സൈൻ ചെയ്ത വിശദമായ ബില്ല്, കണ്ടിൻജന്റ് ബില്ല് നിർബന്ധമായിട്ടും സീൽ ചെയ്ത കവറിലാണ് അയക്കേണ്ടത്. ഏജിക്ക് അയക്കുന്ന കൗണ്ടർ സൈൻ ചെയ്തിട്ട ബില്ലുകൾ സീൽ ചെയ്ത കവറിൽ അയക്കണം എന്നാണ് KFC പറയുന്നത്. ഇനി അക്കൗണ്ടന്റ് ജനറലിന് ബില്ല് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാലുടൻ ബില്ല് ഡെസ്പാച്ച് ഏജിക്ക് കൊടുക്കുന്നത് ഈ കൗണ്ടർ സൈൻ അതോറിറ്റി എല്ലാ കാര്യങ്ങളും വീണ്ടും ബില്ലിലും വൗച്ചർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഇതിൽ ഏതൊക്കെ അഡ്മിസിബിൾ ആണ്, ഏതെങ്കിലും അഡ്മിസിബിൾ അല്ലേ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കൗണ്ടർ സൈൻ ചെയ്യുക. അങ്ങനെ കൗണ്ടർ സൈൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഉടൻ ഏജിക്ക് അയച്ചു കഴിഞ്ഞാൽ വിതരണം ചെയ്യാൻ അനുവദിക്കാത്ത ഇനം വല്ലതും ഉണ്ടെങ്കിൽ, നിരസിച്ച ഇനം വല്ലതും ഉണ്ടെങ്കിൽ മേലപ്പ് വെച്ച അധികാരി വിവരം ആ ഡിസ്ബേഴ്സിംഗ് ഓഫീസറെ അറിയിക്കണം. ഇന്ന കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസ്ബേഴ്സിംഗ് അതോറിറ്റി അഥവാ വിതരണക്കാരൻ പെട്ടെന്ന് തന്നെ ആ അനുവദിക്കാത്ത തുക ആ വകുപ്പിന് വേണ്ടിയിട്ടുള്ള കണ്ടിൻജന്റ് ബില്ലിൽ നിന്നും കുറവ് ചെയ്തുകൊണ്ട് റീഫണ്ട് ചെയ്യണം. അപ്പോൾ ആ ബില്ല് സമർപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ബില്ലാന്ന് വെച്ചോ, അതിൽ 700 രൂപ അഡ്മിസിബിൾ അല്ല. അങ്ങനെയെങ്കിൽ അത് ഈ ഡിസ്ബേഴ്സിംഗ് അതോറിറ്റി അവർക്ക് അനുവദിച്ചിട്ടുള്ള കണ്ടിൻജൻസിയിൽ കുറവ് ചെയ്യുകയും അത് തിരിച്ച് റീഫണ്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി 1000 രൂപയ്ക്ക് മേലുള്ള കണ്ടിൻജന്റ് ബില്ലുകൾ നോൺ ബാങ്കിങ് ട്രഷറിയിൽ നിന്ന് ഡ്രോൺ ചെയ്യാവുന്നതും പേയ്ക്ക് പണമായോ മണി ഓർഡറായോ ബാങ്ക് ഡ്രാഫ്റ്റായോ അയാളുടെ ചെലവിൽ നൽകാവുന്നതുമാണ്. ഇപ്പൊ കണ്ടിൻജന്റ് ബില്ലിലെ തുകകൾ കൊടുക്കുന്ന രീതിയാണ് പറയുന്നത്. 1000 രൂപയ്ക്ക് മേലുള്ള കണ്ടിൻജന്റ് ബില്ലുകൾ നോൺ ബാങ്കിങ് ട്രഷറിയിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ഈ ആർക്കാണോ കൊടുക്കേണ്ട വ്യക്തിക്ക് പണമായിട്ട് കൊടുക്കാം, മണി ഓർഡർ ആയിട്ട് കൊടുക്കാം, ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പണമായിട്ടല്ലേ, ഈ ബാങ്ക് ഡ്രാഫ്റ്റും മണി ഓർഡറും ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെലവിലാണ് അത് ആ രീതിയിൽ കൊടുക്കേണ്ടത്. എന്നാൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡിനുള്ള ഇലക്ട്രിസിറ്റി ചാർജുകൾ തുക പരിഗണിക്കാതെ എത്ര തുകയായാലും കുഴപ്പമില്ല, കറണ്ട് ബില്ല് അഥവാ ഇലക്ട്രിസിറ്റി ചാർജുകൾ പണമായിട്ട് നൽകാവുന്നതാണ്. ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ മാർച്ച് 15-ന് ശേഷം എല്ലാ വർഷവും, ഏത് വർഷമായാലും ശരി, മാർച്ച് 15-ന് ശേഷം ഒരു സ്വകാര്യ വ്യക്തിക്ക് പേയ്മെന്റിനായിട്ട് കണ്ടിൻജന്റ് ബില്ല് എൻഡോസ് ചെയ്യാൻ പാടില്ല.
മാർച്ച് 15 ശേഷം ബില്ലുകൾ, ഈ കണ്ടിൻജന്റ് ബില്ലുകൾ സ്വകാര്യ വ്യക്തികൾക്ക് എൻഡോഴ്സ് ചെയ്യാൻ പാടില്ല. ഇനി പുറപ്പെടുവിച്ച തീയതി മുതൽ 3 മാസം വരെയാണ് കണ്ടിൻജന്റ് ബില്ലിലെ എൻഡോഴ്സ്മെന്റിന്റെ സാധ്യത. അപ്പൊ അതിന് സാധുത എന്ന് പറയുന്ന, വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ കണ്ടിൻജന്റ് ബില്ല് പുറപ്പെടുവിച്ച തീയതി മുതൽ 3 മാസം വരെയാണ് ഇതിന്റെ ഒരു വാലിഡിറ്റി അഥവാ സാധുത എന്ന് പറയുന്നത്. ഇനി ചെക്ക് ഡ്രോയിങ് അധികാരങ്ങളോട് കൂടിയ പൊതുമരാമത്ത്, ഫോറസ്റ്റ്, മറ്റ് സർവീസ് വകുപ്പുകൾ എന്നിവ ചെക്ക് മുഖേനയാണ് ക്ലെയിമുകൾ തീർപ്പ് കൽപ്പിക്കേണ്ടത്. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഇത് ഈ കണ്ടിൻജന്റ് ബില്ലുകളിലുള്ള തീർപ്പ് കൽപ്പിക്കേണ്ടത് എങ്ങനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്ത്, ഫോറസ്റ്റ് എന്നിവയ്ക്ക് ചെക്ക് മുഖേന തീർപ്പ് കൽപ്പിക്കാം. ഇനി ചെക്ക് ഡ്രോയിങ് അധികാരം ഇല്ലാത്ത വകുപ്പുകളുണ്ട്. വാണിജ്യ വകുപ്പുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ബാങ്ക് ഡ്രാഫ്റ്റുകൾ മുഖാന്തരമാണ് ഈ പേയ്മെന്റുകൾ നടത്തേണ്ടത്. അതായത് ചെക്ക് ഡ്രോയിങ് അധികാരം ഉള്ളവര് ചെക്ക് വെച്ചിട്ട് ഇത് പേയ്മെന്റ് നടത്താം. അതിൽ 2 ഉദാഹരണമാണ് പൊതുമരാമത്ത് വകുപ്പും ഫോറസ്റ്റ് വകുപ്പും. പൊതുമരാമത്ത് വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ചെക്ക് മൂലം പേയ്മെന്റ് നടത്താം, അല്ലെങ്കിൽ ക്ലെയിമുകളിൽ തീർപ്പ് കൽപ്പിക്കാം. എന്നാൽ ഈ ചെക്ക് ഡ്രോയിങ് അധികാരം ഇല്ലാത്ത വാണിജ്യ വകുപ്പുകൾ ബാങ്ക് ഡ്രാഫ്റ്റുകൾ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള പേയ്മെന്റുകൾ നടത്തേണ്ടത്. ഇനി മറ്റ് വകുപ്പുകൾക്ക്, അപ്പൊ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ഇടപാടെന്ന് പറയുന്നത് വകുപ്പുകൾ തമ്മിലുള്ള കൈമാറ്റമാണ് നമ്മൾ പറയുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള ഈ കൈമാറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റ് വകുപ്പുകൾക്ക് സേവനങ്ങളോ സാധനങ്ങളോ നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വകുപ്പുകളും ഫോറം നമ്പർ 12 ഒരു പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടന്റ് ജനറലിന് നൽകണം. അപ്പൊ ഫോറം നമ്പർ 12 ആ 12 എന്ന് പറയുന്നത് മറ്റു വകുപ്പുകൾക്ക് സേവനവും സാധനവും നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഫോറം നമ്പർ 12. അത് എല്ലാ മാസവും ഏജിക്ക് നൽകേണ്ടതാണ്. ഇനി നികുതികളെ പറ്റിയാ പറയുന്നത്. ടാക്സ്, ബിൽഡിംഗ്, പ്രത്യേകിച്ച് ബിൽഡിംഗ് ടാക്സ് പോലെയുള്ള കാര്യങ്ങളാണ് ഇനി പറയേണ്ടത്. ഇനി താമസത്തിനല്ലാതെയുള്ള കെട്ടിടങ്ങൾക്കുള്ള നികുതിയെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒരു വകുപ്പ് മാത്രമാണ് കെട്ടിടം വച്ചിരിക്കുന്നതെങ്കിൽ ആ വകുപ്പ് ആ കെട്ടിടത്തിന്റെ നികുതി നൽകണം, ഒരു വകുപ്പ് മാത്രമാണെങ്കിൽ. എന്നാൽ ഒന്നിലധികം വകുപ്പ് കൈവശം വെച്ചിരിക്കുന്ന ഒരു മുനിസിപ്പൽ പ്രദേശത്തോ അല്ലെങ്കിൽ തദ്ദേശ പ്രദേശത്തോ ഒന്നിലധികം കെട്ടിടങ്ങളുടെ നികുതി ഒരുമിച്ചടയ്ക്കുകയോ ചെയ്യുന്ന സംഗതികളിൽ റവന്യൂ വകുപ്പ് ആ കെട്ടിടത്തിൽ ഉണ്ടെങ്കിൽ, അതായത് ആ കെട്ടിടത്തിൽ പല വകുപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ ഒരാള് റവന്യൂ വകുപ്പ് ആണെങ്കിൽ, അങ്ങനെ റവന്യൂ വകുപ്പ് ഉണ്ടെങ്കിൽ ആ നികുതി അതിലേക്ക്, അതിന്റെ ടാക്സ് എന്ന് പറയുന്ന ആ കെട്ടിടത്തിന്റെ മൊത്തം ടാക്സ് റവന്യൂ വകുപ്പ് നൽകേണ്ടതും. ഇനി അല്ല എങ്കിൽ, മറ്റു വിധത്തിലാണെങ്കിൽ കൂടുതൽ ഭാഗം കൈവശം വെച്ചിരിക്കുന്ന വകുപ്പ് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ആലോചിച്ച് നികുതി നൽകേണ്ടതാണ്. ഇപ്പൊ നമ്മൾ കുറേ വകുപ്പുകളുള്ള ഒരു ബിൽഡിങ്, വകുപ്പുകളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ റവന്യൂ വകുപ്പിന്റെ ഓഫീസ് ഉണ്ടെങ്കിൽ ആ റവന്യൂ വകുപ്പ് ആ ടാക്സ് നൽകുക. അല്ല, റവന്യൂ വകുപ്പില്ല, മറ്റു വകുപ്പുകളുടെ ഓഫീസുകൾ മാത്രമേ ഉള്ളൂ, അതിൽ മേജറായിട്ട് കൈകാര്യം ചെയ്യുന്ന, സ്ഥലം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണോ ആ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ആലോചിച്ച് നികുതി നൽകേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി താമസത്തിന്റെ ആവശ്യത്തിനായി കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള നികുതിയെ പറ്റി പറയും. താമസ കെട്ടിടങ്ങളായി ഉപയോഗിക്കുന്ന ഗവൺമെന്റ് കെട്ടിടങ്ങളുടെ നികുതി ഒന്നുകിൽ പൊതുമരാമത്ത് വകുപ്പോ ആ കെട്ടിടത്തിന് മേൽ ഭരണപരമായ നിയന്ത്രണമുള്ള മറ്റു വകുപ്പുകളോ നൽകേണ്ടതാണ്. അപ്പോ താമസത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഗവൺമെന്റ് കെട്ടിടങ്ങൾ, അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ നികുതി പൊതുമരാമത്ത് വകുപ്പാണ് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ കെട്ടിടം, ആ താമസിക്കുന്ന കെട്ടിടത്തിന് ഭരണപരമായ നിയന്ത്രണമുള്ള മറ്റു വകുപ്പുകളോ നൽകേണ്ടതാണ്. ഇനി വാടക ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഗവൺമെന്റ് കെട്ടിടം കൈവശം വെച്ചിട്ടുള്ള ജീവനക്കാരൻ
സർവീസ് ടാക്സ് നൽകേണ്ടതാണ്. ഒരു ഗവൺമെന്റ് കെട്ടിടം ഒഴിവ് വരുമ്പോഴെല്ലാം അതിന്റെ കൈവശക്കാരനോ ഓഫീസ് മേധാവിയോ അങ്ങനെ ഒഴിവ് വരുന്ന സംബന്ധിച്ച കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെയോ എക്സിക്യൂട്ടീവ് അധികാരിയെ അറിയിക്കേണ്ടതും ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അതിന്റെ ഒരു പകർപ്പ് അയച്ചു കൊടുക്കേണ്ടതുമാണ്. 30 ദിവസമോ അതിലേറെയോ ഒഴിവ് വന്നാൽ നികുതി ഇളവിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവകാശം ഉന്നയിക്കേണ്ടതാണ്. അപ്പൊ നമ്മളൊരു ഗവൺമെന്റ് കെട്ടിടമാണെങ്കിൽ പോലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലേക്കൊക്കെ അതിന്റെ പിന്നെ നികുതി അടയ്ക്കുന്നതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒഴിവ് വരുന്ന സമയത്ത് ഈ അധികാരികളെ ഇതിന്റെ ഉദ്യോഗസ്ഥൻ അറിയിക്കേണ്ടതാണ്. എന്നാൽ 30 ദിവസത്തിനധികം ഒഴിവ് വന്നാൽ ആ 30 ദിവസത്തേക്കുള്ള ടാക്സിന് വേണ്ടി, ടാക്സ് എക്സംഷന് വേണ്ടി, നികുതി ഇളവിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവകാശം ഉന്നയിക്കണം. എവിടെ? കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ നൽകേണ്ടതാണ്. 30 ദിവസത്തിലേറെയായിട്ട് പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിന് കെട്ടിടം ഒഴിഞ്ഞു കിടക്കുന്ന വിവരം അവരെ അറിയിക്കുകയും അതിന്റെ നികുതി ഇളവിന്, അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത്, ഗവൺമെന്റ് കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് നികുതി ഇളവ് കിട്ടണം, അല്ലെങ്കിൽ അടയ്ക്കേണ്ടതില്ല എന്ന ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഇനി നമ്മൾ ക്ലീനിങ് ചാർജിനെ പറ്റിയാണ്. തൂക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഗവൺമെന്റ് അനുമതിയോടെ പാർട്ട് ടൈം കണ്ടിൻജന്റ് തസ്തിക സൃഷ്ടിക്കാവുന്നതാണ്. നമുക്കറിയാം, നമ്മളുടെ പല ഓഫീസുകളിലും PTCM എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ പേര്. പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയൻ. അവര് ക്ലീനിങ് സ്റ്റാഫാണ്. ഇത് തന്നെ ഫുൾ ടൈം കണ്ടിൻജന്റ് മീനിയലുണ്ട്, FTCM. ആ FTCM എന്ന കാറ്റഗറിയുടെ പേര് FTCM ആണെങ്കിലും അത് ലാസ്റ്റ് ഗ്രേഡ് ഗവൺമെന്റ് സർവന്റിന് തുല്യമാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയലുണ്ട്. അവർക്ക് രാവിലെ മുതൽ ഉച്ച വരെയാണ് അവർ സാധാരണഗതിയിൽ ജോലി ചെയ്യുക. അവരുടെ ജോലി, അത് കണ്ടിൻജന്റ് മീനിയൽ ഏതായാലും, FTM ആയാലും PTCM ആയാലും, അവരുടെയൊക്കെ ജോലി ശുചീകരണമാണ്, വൃത്തിയാക്കലാണ്. അപ്പോൾ ഇവർക്ക് ഈ വൃത്തിയാക്കുന്ന ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അത് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്ന് നിശ്ചയിക്കുന്നത്. അവർക്ക് പ്രത്യേക ശമ്പള സ്കെയിലുകളും ഒക്കെ ഗവൺമെന്റ് അതാത് കാലങ്ങളിൽ നിശ്ചയിക്കുന്ന ശമ്പള സ്കെയിലുകളൊക്കെ തന്നെ അവർക്ക് ഉണ്ട്. അപ്പോൾ PTCMനെ പറ്റി മനസ്സിലായല്ലോ. PTCMന് അവര് ഫുൾ ടൈമോ പാർട്ട് ടൈമോ ശമ്പളം കൊടുക്കുന്നതൊക്കെ തന്നെ അവർ എന്ത് പറയുന്നു? ഏരിയ ടു ബി സ്വീപ്പ് ഓർ ക്ലീൻഡ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന്റെ ഏരിയ, വൃത്തിയാക്കുന്ന ഏരിയയുടെ അടിസ്ഥാനത്തിൽ ശമ്പളവും അലവൻസും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏരിയ കുറവാണെങ്കിൽ അവർ പാർട്ട് ടൈം ആയിരിക്കും, ഏരിയ കൂടുതലുണ്ടെങ്കിൽ ഫുൾ ടൈം ആയിരിക്കും. അതപ്പോൾ ഏരിയ ഓരോ ദിവസം ഇത്ര അളന്ന് അതിനൊരു പൈസ എന്നുള്ളതല്ല. ആ പാർട്ട് ടൈമും ഫുൾ ടൈമും നിശ്ചയിക്കുന്നത് ശരിക്കും ഇവര് വൃത്തിയാക്കുന്ന, അടിച്ചു വാരുന്ന ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഏരിയ കുറവാണ് PTCM. അപ്പോൾ PTCനും ഒരു സ്കെയിലൊക്കെ ഉണ്ടാവും, FTMനും ഒരു സ്കെയില് ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പേ ആൻഡ് അലവൻസ് നൽകുന്നത്. ഇനി ഇലക്ട്രിക് വാട്ടർ ചാർജുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സിവിൽ സ്റ്റേഷനിലെ സംഗതിയിലെ ഇലക്ട്രിക് ബില്ലുകൾ നേരിട്ട് ജില്ലാ കളക്ടർക്ക് അയച്ചു കൊടുക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് ജില്ലാ കളക്ടർക്ക് പേയ്മെന്റിനായി അയച്ചു കൊടുക്കേണ്ടതും കളക്ടറേറ്റിന്റെ ഓഫീസ് എക്സ്പെൻഡിച്ചർ സിവിൽ സ്റ്റേഷന്റെ കറണ്ട് ചാർജ് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ചെലവ് വഹിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സിവിൽ സ്റ്റേഷന്റെ കറണ്ട് ചാർജ്, ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത് കളക്ടറുടെ ഓഫീസ് എക്സ്പെൻഡിച്ചറിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. ഒരു സിവിൽ സ്റ്റേഷന്റെ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്നത് ശരിക്കും കളക്ടറാണ്. കളക്ടറുടെ ഓഫീസ് എക്സ്പെൻഡിച്ചറിന് എന്ന് പറയുന്ന കണ്ടിൻജന്റ് ചാർജിൽ നിന്നാണ് ഇത് അടയ്ക്കുന്നത്. സിവിൽ സ്റ്റേഷനിൽ ഒന്നിലധികം ഓഫീസുകൾ ഉണ്ടെങ്കിൽ ഒറ്റ ബില്ലായി പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു കൊടുക്കേണ്ടതും അദ്ദേഹം ബില്ല് പരിശോധിച്ച് പേയ്മെന്റ് നടത്തുന്നതുമാണ്. കെട്ടിടത്തിലെ വിവിധ വകുപ്പുകളുടെ തുക PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റീഇംബേഴ്സ് ചെയ്യേണ്ടതാണ്. അതായത് സിവിൽ സ്റ്റേഷനിൽ കുറേ അധികം ഓഫീസുകൾ ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ ബില്ലായിട്ട് പൊതുമരാമത്ത് ബിൽഡിംഗ് സെക്ഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു കൊടുക്കുക. അയാൾ ആ പണം അടയ്ക്കും. അടച്ചതിന് ശേഷം
കറണ്ട് ചാർജിനെ പറ്റിയാണ് പറയുന്നത്. അടച്ചതിന് ശേഷം ഓരോ വകുപ്പുകൾക്കുമുള്ള തുക ആ ഓരോ വകുപ്പുകളും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തിരികെ കൊടുക്കേണ്ടതാണ്. ഓരോ വകുപ്പുകൾക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ കറണ്ട് ബില്ല്. അത് റീഇംബേഴ്സ് ചെയ്യേണ്ടത് ഓരോ വകുപ്പുകളുമാണ്. ആകെ മൊത്തത്തിൽ ഒരുമിച്ചടക്കിയ ആദ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് PWD. ഇനി കെട്ടിടം പൂർണ്ണമായും താമസത്തിന്റെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താമസക്കാരൻ നേരിട്ട് ചാർജ് ബോർഡിൽ അടയ്ക്കണം. ഒരു താമസത്തിന്റെ ആവശ്യത്തിനാണ് ഒരു കെട്ടിടം ഉപയോഗിക്കുന്നതെങ്കിൽ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബില്ല് അഥവാ കറണ്ട് ചാർജ് ആ താമസിക്കുന്ന വ്യക്തി താമസക്കാരൻ ആയിട്ടുള്ള ആള് നേരിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ അടയ്ക്കണം. അയാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ അടയ്ക്കാനോ എഞ്ചിനീയർ അടയ്ക്കാനോ ഓഫീസർ അടയ്ക്കാനോ ഒന്നും ഉണ്ടാവില്ല, അയാൾ തന്നെ അടയ്ക്കണം. അപ്പൊ ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഏകദേശം ഈ വാട്ടർ ചാർജ് എന്ന് പറയുന്നതിനാണ് നമ്മൾ വെള്ളക്കരം എന്ന് പറയുന്നത്. ആ വെള്ളക്കരത്തിന്റെ കാര്യവും ഇത്തരത്തിൽ തന്നെയാണ്. ഈ ഇലക്ട്രിസിറ്റി ചാർജുകൾ എങ്ങനെയാണോ അടയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് വാട്ടർ ചാർജും അടയ്ക്കുന്നത്. അതായത് വെള്ളക്കരത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളിവിടെ ഈ 5ാമത്തെ ചാപ്റ്റർ കഴിയുകയാണ്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഈ 5ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോസൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ പ്ലേലിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇപ്പോൾ KFCയുടെ പ്ലേലിസ്റ്റാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ എല്ലാ വീഡിയോസും നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ ഈ 5ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചാപ്റ്ററിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോൾ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം. ഏത് അഭിപ്രായമായാലും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചാനൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.